നിങ്ങൾ ഈ രൂപത്തിലാണോ വാട്സപ്പ് ഉപയോഗിക്കുന്നത് എങ്കിൽ ഇനി മുതൽ നിങ്ങൾക്ക് വാട്സപ്പ് ഉപയോഗിക്കാൻ സാധിക്കില്ല. അതായത് വാട്സപ്പ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആ ഒരു സിം കാർഡ് അതേ മൊബൈലിൽ ഇല്ല എങ്കിൽ ഉടനെ തന്നെ വാട്സപ്പ് ലോഗൗട്ട് ആകും. ഗവൺമെൻറ്റിൻ്റെ പുതിയ നിയമം പ്രാബല്യത്തിൽ വരാൻ പോവുകയാണ്. വാട്സാപ്പ് മാത്രമല്ല, സ്നാപ്ചാറ്റ്, ടെലിഗ്രാം അങ്ങനെ തുടങ്ങി നമ്മൾ മൊബൈൽ നമ്പർ വെച്ച് രജിസ്റ്റർ ചെയ്തിട്ടുള്ള എല്ലാ മെസ്സേജിങ് പ്ലാറ്റ്ഫോമുകളും ഈ രൂപത്തിലായിരിക്കും പ്രവർത്തിക്കുക. നമുക്കറിയാം, വാട്സാപ്പ് ഇപ്പോൾ രജിസ്റ്റർ ചെയ്യണമെങ്കിൽ മറ്റേതെങ്കിലും മൊബൈലിൽ സിം ഇൻസേർട്ട് ചെയ്തിട്ട് അതിലേക്ക് OTP വരുമ്പോൾ അത് ഇതിൽ എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വാട്സാപ്പ് കണ്ടിന്യൂ ആയിട്ട് പ്രവർത്തിക്കും, അത് കട്ടാകുകയില്ല. പക്ഷേ ആ നിയമമൊക്കെ മാറാൻ പോവുകയാണ്. ഈ സിം കാർഡ് കട്ടായവർ പോലും വാട്സാപ്പ് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു മൊബൈലിൽ സിം കാർഡ് ഇൻസേർട്ട് ചെയ്തിട്ട് വാട്സാപ്പ് പുതിയ സ്മാർട്ട് ഫോണിൽ ഉപയോഗിക്കുന്നവരുണ്ട്. അവർക്കൊക്കെ പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഇനി മുതൽ ശ്രദ്ധിക്കുക. ഇതിൽ ഇങ്ങനെ നിയമം വരാൻ കാരണം ഒരുപാട് സ്കാമേഴ്സുകൾ, ഒരുപാട് തട്ടിപ്പുകൾ ഇതിൻ്റെ പിറകിൽ നടക്കുന്നുണ്ട്. അതൊക്കെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗവൺമെൻറ് ഇങ്ങനെ പുതിയ നിയമം ഇപ്പോൾ കൊണ്ടുവരാൻ പോകുന്നത്. ഇതിൽ ഒരുപാട് ഉപചോദ്യങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. അതായത് നമ്മളിപ്പോൾ വാട്സാപ്പ് സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്നവരുണ്ട്, അതായത് വാട്സാപ്പ് വെബ്, അതുപോലെ തന്നെ ടെലിഗ്രാം വെബൊക്കെ ഉപയോഗിക്കുന്നവരുണ്ട്. അതിൻ്റെ QR കോഡ് സ്കാൻ ചെയ്തിട്ടായിരിക്കും സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്നുണ്ടാകുക, ടാബുകളിൽ ഉപയോഗിക്കുന്നുണ്ടാവുക. അവർക്കൊക്കെ എന്ത് സംഭവിക്കും എന്ന് പല ആളുകളും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അവർക്കൊക്കെ പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. കാരണം ഇത് 6 മണിക്കൂർ മാത്രമേ ഇങ്ങനെ ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. 6 മണിക്കൂർ കഴിഞ്ഞാൽ അതിൽ നിന്നും ലോഗൗട്ട് ആകും. പിന്നെയും നിങ്ങൾ ആ ഒരു QR കോഡ് വാട്സപ്പ് വെബ് വഴി ആ QR കോഡ് സ്കാൻ ചെയ്തിട്ട് പിന്നെയും നിങ്ങൾ രജിസ്റ്റർ ചെയ്യേണ്ടി വരും. ഓക്കെ. പിന്നെ വാട്സപ്പിൽ ഇതിനു മുമ്പ് മറ്റൊരു ഫീച്ചർ വന്നിരുന്നു. അതായത് ഒരു വാട്സപ്പ് നമ്പർ വെച്ചിട്ട് നമുക്ക് പല ഡിവൈസസിൽ ലോഗിൻ ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കും എന്നത്. അവർക്കും പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. കാരണം സിം കാർഡ് അതിലില്ലല്ലോ. അപ്പോൾ അതിൽ നിന്നും ലോഗൗട്ട് ആകാൻ ചാൻസ് ഉണ്ട്. നമ്മൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. നിർബന്ധമായിട്ട് അത് ചെയ്തിരിക്കണം. കാരണം നമ്മൾ ഉപയോഗിക്കുന്ന ആ ഒരു സിം കാർഡ് അതൊന്ന് ലോക്ക് ചെയ്തിടുക. ഇപ്പോൾ നമ്മുടെ മൊബൈൽ നഷ്ടപ്പെട്ടു, അതിൽ നിന്നും സിം കാർഡ് അവർ എടുത്തിട്ട് അവരുടെ മൊബൈലിൽ അത് ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് വാട്സപ്പ് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ അത് ചെയ്യാതിരിക്കണമെങ്കിൽ ആ സിം കാർഡ് അവർക്ക് ഉപയോഗിക്കാതിരിക്കുന്ന രൂപത്തിൽ, ഉപയോഗിക്കാൻ കഴിയാത്ത രൂപത്തിൽ ലോക്ക് ചെയ്തിടുന്നത് നല്ലതായിരിക്കും. എല്ലാ മൊബൈലിലും ആ ഒരു സിസ്റ്റം ഉണ്ട്. നിങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ല എങ്കിൽ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ കാണിച്ചു തരാം. ജസ്റ്റ് ഒന്ന് കണ്ട് മനസ്സിലാക്കുക. അതുപോലെ നിങ്ങൾ ചെയ്തിട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ സിം കാർഡിൻ്റെ ആ ഒരു സെക്യൂരിറ്റിക്ക് വളരെയധികം നല്ലതായിരിക്കും. അതെങ്ങനെയെന്ന് നമുക്ക് പെട്ടെന്ന് വീഡിയോയിൽ കണ്ട് മനസ്സിലാക്കാം. അതിനായിട്ട് മൊബൈലിലെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഇവിടെ കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ സെക്യൂരിറ്റി ആൻഡ് പ്രൈവസി എന്ന ഓപ്ഷൻ ഉണ്ട്. അവിടെ നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് കുറച്ചുകൂടി താഴേക്ക് വന്നു കഴിഞ്ഞാൽ മോർ സെക്യൂരിറ്റി ആൻഡ് പ്രൈവസി എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് കുറച്ചുകൂടി താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ സിം കാർഡ് ലോക്ക് എന്ന ഓപ്ഷൻ കിട്ടും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 2 സിം കാർഡും ലോക്ക് ചെയ്യേണ്ട ഓപ്ഷൻ നിങ്ങൾക്ക് ലഭിക്കും. ഇനി നിങ്ങൾക്ക് ആ ഒരു ഓപ്ഷൻ കാണുന്നില്ല എങ്കിൽ നിങ്ങൾ നേരെ ബാക്ക് വരിക. എന്നിട്ട് സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ സെർച്ച് ബാർ ക്ലിക്ക് ചെയ്തിട്ട് ലോക്ക് എന്ന് ടൈപ്പ് ചെയ്യുക. ലോക്ക് എന്ന് മാത്രം ടൈപ്പ് ചെയ്തിട്ട് നിങ്ങൾ സെർച്ച് കൊടുക്കുക. എന്നിട്ട് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് സിം കാർഡ് ലോക്കിൻ്റെ ഓപ്ഷൻ കിട്ടും. ഓക്കെ, സിം കാർഡ് ലോക്ക് എന്ന ഓപ്ഷൻ അത് നിങ്ങൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാലും 2 സിം കാർഡും ലോക്ക് ചെയ്യേണ്ട ഓപ്ഷൻ വരും. ഓരോ സിം കാർഡും നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് ആദ്യമായിട്ടാണ് നിങ്ങൾ ലോക്ക് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ 0000 ആയിരിക്കും എൻ്റർ ചെയ്യേണ്ടതായിട്ട് വരിക. ഓക്കെ, അങ്ങനെ എൻ്റർ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോഡ് മാറ്റാൻ സാധിക്കും. ഞാനിപ്പോൾ ഓൾറെഡി 1234 എന്നാണ് മാറ്റിയിട്ടുള്ളത്. അത് കൃത്യമായിട്ട് ഇവിടെ എൻ്റർ ചെയ്യുമ്പോൾ അത് ലോക്ക് ഓപ്പൺ ആക്കാൻ കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ ലോക്ക് ആയിട്ടുണ്ട് സിം. ഇനി നമുക്ക് അതിൻ്റെ പിൻ കോഡ് മാറ്റണം എന്നുണ്ടെങ്കിൽ ഇവിടെ ചേഞ്ച് സിം പിൻ എന്ന ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് ഇഷ്ടമുള്ളത് നേരത്തെ എൻ്റർ ചെയ്ത് 1234 അടിക്കുക. എന്നിട്ട് ഇഷ്ടമുള്ളത് നമുക്ക് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓർമ്മയുള്ള ഒരു സിം കാർഡ് ലോക്ക് നമുക്ക് തിരഞ്ഞെടുക്കാൻ സാധിക്കും. 2 സിമ്മും ഇതുപോലെ നിങ്ങൾ ലോക്ക് ചെയ്തിടുക. ഓക്കെ, ഇനി ആരെങ്കിലും നിങ്ങൾ സിം കാർഡ് ലോക്ക് ചെയ്തത് ഓഫ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാലും ആ ഒരു പിൻ നമ്പർ അടിക്കാതെ ഇത് ഓഫ് ചെയ്യാൻ സാധിക്കില്ല. ഇനി മറ്റേതെങ്കിലും ഡിവൈസസിൽ ഈ ഒരു സിം കാർഡ് ഉപയോഗിക്കണമെങ്കിലും ആ ഒരു പിൻ നമ്പർ അടിക്കാതെ നമുക്ക് ഉപയോഗിക്കാനും സാധിക്കില്ല. അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന സിം കാർഡിൽ ഈ കാര്യങ്ങൾ നിർബന്ധമായിട്ടും ചെയ്യുക. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഈ ഒരു പുതിയ നിയമത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റിൽ അറിയിക്കുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയവുമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.